തൊഴിൽ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2,85,000 സ്വകാര്യ സ്ഥാപനങ്ങളിലായി 38 ലക്ഷം പേരാണ് UAEയിൽ ജോലി ചെയ്യുന്നത്. പൊതുമേഖലയിൽ 83 ലക്ഷം എമിറാത്തി പൗരന്മാർക്ക് പുറമെ നിരവധി വിദേശികളും ജോലി ചെയ്യുന്നു. ഇതിൽ സർക്കാർ ജോലിക്കാർക്ക് 30 ആനുവൽ ലീവ് ഉൾപ്പെടെ 126 ലീവുകൾ ഒരു വർഷം ലഭിക്കുമ്പോൾ ശരാശരി സ്വകാര്യ കമ്പനിയിലെ തൊഴിലാളികൾക്ക് പരമാവധി 75 ലീവ് വരെയാണ് ലഭിക്കുന്നത്. സർക്കാർ വലിയ തുക ശമ്പളമായി നൽകുന്നതിനോടൊപ്പമാണ് ഈ ആനുകൂല്യങ്ങളും നൽകുന്നത്. എന്നാൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കാര്യം വളരെ ദയനീയമാണ്. തുച്ഛമായ വേതനത്തിന് ദിനേന 10 മുതൽ 17 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് മിക്കവർക്കും. In the private, we see a lot of unskilled laborers, they are being tortured. They're not giving the proper leave salary, and they work more than 16 hours, മെഡിക്കൽ ലീവ് മുതൽ എല്ലാ മേഖലയിലും അന്തരം തുടരുന്നുണ്ടെന്ന് തൊഴിൽ മന്ത്രി സക്കർ ഗോബാഷ് സയ്യിദ് ഗോബാഷ് പറയുന്നു. UAE തൊഴിൽ നിയമപ്രകാരം തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലംഘിക്കുന്ന സ്ഥാപന മുതലാളിമാർ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. പരസ്പര സമ്മതത്തോടെയല്ലാതെ തൊഴിൽ കരാറും ലംഘിക്കാൻ പാടില്ല. എന്നാൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിൽ നിയമങ്ങൾ വ്യാപകമായി ലംഘിക്കപ്പെടുന്നുണ്ടെന്നാണ് ആരോപണം. ശക്തമായ തൊഴിൽ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു വിഭാഗം തൊഴിലാളികൾ ചൂഷണത്തിനിരയാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നാട്ടിൽ നിന്നും അവർ വരുന്ന കരാറുകൾ ഇവിടെ വന്ന് ലംഘിക്കപ്പെടുകയും തൊഴിലുടമകൾ തൊഴിലാളികളെ ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണാൻ കഴിയുന്നുണ്ട്. അധിക സമയം ജോലി ചെയ്യാൻ നിർബന്ധിതരായ തൊഴിലാളികൾക്ക് അധിക വേതനവും ലഭിക്കാറില്ല. എന്നാൽ പൊതുമേഖലയിലെ തൊഴിലാളികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം അധിക സമയം ജോലി ചെയ്താൽ മതി. അധിക വേതനവും ലഭിക്കും. തൊഴിൽ മേഖലയിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രസവ സംബന്ധമായ ആനുകൂല്യത്തിലും ഈ അന്തരം തുടരുകയാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.